ജനുവരി 14 നടന്ന ദേവസ്വം ബോർഡ് എക്സാമിന്റെ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്ലീസ് ഇൻഫോം മീ വെൻ യു അറൈവ്, ഐഡന്റിഫൈ ദ സെന്റൻസ് ടൈപ്പ്, ഡിക്ലറേറ്റീവ്, ഇംപെരേറ്റീവ്, ഇന്ററോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി. ഇവിടെ നമ്മൾ പ്ലീസ് എന്ന വാക്ക് ശ്രദ്ധിക്കുക. പ്ലീസ് എന്ന് പറയുമ്പോൾ ഒരു റിക്വസ്റ്റ് കാണിക്കുകയാണ്. അപ്പൊ റിക്വസ്റ്റ്, കമാൻഡ് തുടങ്ങിയൊക്കെ വന്നാൽ അത് ഇംപെരേറ്റീവ് സെന്റൻസിലാണ് വരിക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ റിവർ ഡാഷ് ഇറ്റ്സ് ബാങ്ക്സ് ആൻഡ് ഫ്ലഡഡ് ദി റോഡ്. ഇവിടെ ഓപ്ഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഓവർഫ്ലോൺ, ഹാസ് ഓവർഫ്ലോൺ, ഓവർഫ്ലോഡ്, വാസ് ഓവർഫ്ലോയിങ്. ഇവിടെ ആൻസർ എയും ബിയും കൊടുത്തിരിക്കുന്ന FLOWN എന്ന് പറയുന്നത് പറക്കുക എന്നതിന്റെ വാക്കായിട്ട് വരും. അപ്പൊ ആ രണ്ട് ഓപ്ഷൻസ് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓവർഫ്ലോഡും വാസ് ഓവർഫ്ലോയിങ് ആണ്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ. ദ റിവർ ഓവർഫ്ലോഡ് ഇറ്റ്സ് ബാങ്ക്സ് ആൻഡ് ഫ്ലഡഡ് ദി റോഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദി ആന്റോണിം ഓഫ് സസ്പീഷ്യസ്. സസ്പീഷ്യസ് എന്ന് പറയുമ്പോൾ ഡൗട്ട്ഫുൾ എന്ന അർത്ഥമാണ്. അതിന്റെ വിപരീതമാണ് എടുക്കേണ്ടത്. അപ്പൊ ആൻസർ ഏതാണ്? ട്രസ്റ്റിംഗ്. ആൻസർ ഓപ്ഷൻ ബി, ട്രസ്റ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് മീൻസ് ക്ലവർ, അസ്റ്റ്യൂട്ട്, ഒബ്റ്റ്യൂസ്, നൈവ്, ഇനെയിൻ. ആൻസർ വരുന്നത് അസ്റ്റ്യൂട്ട് ആണ്. ASTUTE, അസ്റ്റ്യൂട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് രാഹുൽ ഡാഷ് ഹിസ് കൊളീഗ്സ് ദേ വുഡ് നോട്ട് ഹാവ് അലൗഡ് ഹിം ടു റിസൈൻ. ഇവിടെ ഇഫ് കണ്ടീഷൻ വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വുഡ് നോട്ട് ഹാവ് അലൗഡ്. അപ്പം മൂന്നാമത്തെ കണ്ടീഷൻ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഹാഡ് ആസ്ക്ഡ്, ഇഫ് രാഹുൽ ഹാഡ് ആസ്ക്ഡ് ഹിസ് കൊളീഗ്സ് ദേ വുഡ് നോട്ട് ഹാവ് അലൗഡ് ഹിം ടു റിസൈൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹി വാസ് അഡ്വൈസ്ഡ് ടു അബ്സ്റ്റെയിൻ ഡാഷ് സ്മോക്കിംഗ്. അബ്സ്റ്റെയിൻ എന്ന വാക്കിന്റെ ഒപ്പം വരുന്ന പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഫ്രം ആണ്. അബ്സ്റ്റെയിൻ ഫ്രം. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി, ഫ്രം. അടുത്ത ക്വസ്റ്റ്യൻ, ആസ് സൂൺ ആസ് ഐ സ്റ്റെപ്ഡ് ഔട്ട് ഓഫ് ദി ഹൗസ് ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. ഇപ്പൊ നോ സൂണർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ നോ സൂണറിന്റെ ഒപ്പം വരുന്നത് ദാൻ ആണ്. നോ സൂണർ ദാൻ. ഓപ്ഷനിൽ നോ സൂണർ ദാൻ ഉള്ള ഓപ്ഷൻ എടുത്താൽ മതി. ഓപ്ഷൻ എ, നോ സൂണർ ഐ സ്റ്റെപ്ഡ് ഔട്ട് ഓഫ് ദി ഹൗസ് വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. അവിടെ ദാൻ ഇല്ലാതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാം. നോ സൂണർ ഹാഡ് ഐ സ്റ്റെപ്ഡ് ഔട്ട് ഓഫ് ദി ഹൗസ് ദാൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. നോ സൂണർ ഹാഡ് ഐ സ്റ്റെപ്ഡ് ഔട്ട് ഓഫ് ദി ഹൗസ് ദാൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കളക്റ്റീവ് നൗൺ ഫോർ ബീസ്. ആൻസർ ഓപ്ഷൻ എ ആണ്, സ്വാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ മാനേജർ എഗ്രീഡ് ഡാഷ് ദ വേജസ് ഓഫ് ദി എംപ്ലോയീസ്. അപ്പൊ എന്താണ്? മാനേജർ അവരുടെ വേജസ് കൂട്ടാൻ തീരുമാനിച്ചു എന്നാണ്. ഇവിടെ ഓപ്ഷനിൽ ടു ഉള്ള ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ടു റൈസ്. അപ്പൊ രണ്ട് ഓപ്ഷനിൽ ടു റൈസ് കൊടുത്തിട്ടുണ്ട്. സ്പെല്ലിംഗ് RISEയും ഒരെണ്ണം റൈസ് RAISEയും ആണ്. ഇവിടെ റൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയേണ്ടത് അല്ലേ. സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണെന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മീനിങ്ങിലാണ് റൈസ് എടുക്കേണ്ടത്. RAISE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർത്തുക അല്ലെ, എന്തെങ്കിലും കൂട്ടുക, ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ള ഒരു അർത്ഥമാണ്. അതാണ് ഓപ്ഷൻ സി ആണ് നമ്മൾ എടുക്കേണ്ടത്. വേജസ് കൂട്ടി. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. ദ മാനേജർ എഗ്രീഡ് ടു റൈസ് ദ വേജസ് ഓഫ് ദി എംപ്ലോയീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ആം വേഴ്സ്റ്റ് ദാൻ മൈ ബ്രദർ ഇൻ മാനേജിങ് ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്. കറക്റ്റ് ദി സെന്റൻസ് ആണ്. അപ്പൊ ഐ ആം വേഴ്സ്റ്റ് ദാൻ ഒരു കമ്പയർ ചെയ്യാണ് അല്ലെ. എന്നെയും എന്റെ ബ്രദറിനെയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കണം. അപ്പൊ ഇവിടെ വേഴ്സ്റ്റ് എന്ന് പറയുന്നത് വേഴ്സിന് പകരം വേഴ്സ് എന്ന വാക്ക് വേണം ഉപയോഗിക്കാൻ. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഐ ആം വേഴ്സ് ദാൻ മൈ ബ്രദർ ഇൻ മാനേജിങ് ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്. ഇനി മലയാളം ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രാജാവ് എന്ന പദത്തിന് പര്യായമാകുന്നത് നൃപൻ, വണിജൻ, നിരംബരൻ, ജളൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, നൃപൻ. അടുത്ത ക്വസ്റ്റ്യൻ, ആഗമസന്ധിക്ക് ഉദാഹരണം കണ്ടെത്തുക. കാവല്ല, നരിയാണ്, ആനക്കാര്യം, കണ്ണീര്. ആൻസർ ഓപ്ഷൻ ബി, നരിയാണ്. നരിയാണ് എന്ന് പറയുമ്പോൾ നമ്മളത് പിരിച്ചെഴുതുന്നത് നരി പ്ലസ് ആണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഇവിടെ ഒരു ശബ്ദം ആഗമിക്കുന്നത് യ എന്ന ശബ്ദമാണ് അല്ലെ. നരി പ്ലസ് ആണ് എന്ന് പറയുമ്പോൾ ഒരു യാ ശബ്ദം നരിയാണ് എന്ന് പറയുമ്പോൾ ആഗമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ആഗമസന്ധി ആവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും മേയനാമത്തിന് ഉദാഹരണം കണ്ടെത്തുക. വെള്ളം, മൃഗം, കൃഷ്ണൻ, നദി. ഇവിടെ മേയനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണ് അല്ലെ. അതിന് ഉദാഹരണം നമുക്കിപ്പോ വെള്ളത്തിന് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ, ഒരു വെള്ളം രണ്ട് വെള്ളം അങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്താനും സാധിക്കില്ല. ഇപ്പൊ നദിയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ 44 നദികൾ എന്നൊക്കെ പറയുന്ന പോലെ പറയാം. അപ്പൊ ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ എ ആണ്, വെള്ളം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രദേശത്തെ സംബന്ധിച്ചത് അടിവരയിട്ട പദത്തിന്റെ ഒറ്റപ്പദം തിരഞ്ഞെടുക്കുക. അന്തർദേശീയം, പ്രാദേശികം, സ്വദേശം, ദേശീയം. ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രാദേശികം. അയ്യോ എന്റെ കുട്ടിയെ കാണുന്നില്ല. അയ്യോ എന്ന പദത്തിന് ശേഷം ചേർക്കേണ്ട ചിഹ്നം എന്താണ് അല്ലെ. ഇവിടെ ഒരു ആശ്ചര്യ ചിഹ്നമാണ് നമ്മൾ ചേർക്കേണ്ടത് അല്ലെ. എക്സ്ക്ലമേഷൻ മാർക്ക് അയ്യോയ്ക്ക് ശേഷം. അപ്പൊ അതിനെ നമ്മൾ വിക്ഷേപിണി എന്നാ പറയുന്നത്. ആൻസർ ഓപ്ഷൻ സി, വിക്ഷേപിണി. അടുത്ത ക്വസ്റ്റ്യൻ, വെളുത്ത പക്ഷി അടിവരയിട്ട പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? നാമം, ക്രിയ, ഭേദകം, ദ്യോതകം. അപ്പൊ ഇവിടെ ക്രിയ അല്ലെന്നറിയാം വെളുത്ത പക്ഷി. നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷിയുടെ ഒപ്പം തന്നെ വെളുത്ത എന്ന പദമൊക്കെ ചേർത്തിട്ടുണ്ട്. ദ്യോതകം, പിന്നെ ഉള്ളത് ദ്യോതകം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഒറ്റയ്ക്ക് അതിന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അർത്ഥം ഉണ്ടാവില്ല. ഇപ്പം ഓ, കൊണ്ട്, എങ്കിലും, അതൊക്കെയാണ് ദ്യോതകം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാമനും കൃഷ്ണനും എന്ന് പറയുമ്പോൾ അവിടെ എന്നുള്ളൊരു ശബ്ദം വരുന്നുണ്ട്. അപ്പൊ എന്ന് മാത്രം ഉണ്ടെങ്കിൽ അതിനൊരു അർത്ഥമില്ല. പക്ഷെ രാമനും കൃഷ്ണനും എന്ന് പറയുമ്പോൾ അവിടെ ഒരു മൊത്തത്തിൽ ഒരു സെന്റൻസിന് അർത്ഥം കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ വാക്കുകളെയാണ് ദ്യോതകം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതല്ല. പിന്നെ ഉള്ളത് ഭേദകം ഉണ്ട്, വെളുത്ത പക്ഷി. അപ്പൊ ഭേദകം എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് എന്താണ്? ഒരു ഗുണവാചകമാണല്ലേ. ഗുണവാചകം, ഒരു ഗുണത്തെ കാണിക്കണം. വെളുപ്പ് എന്ന് പറയുന്ന ഒരു ഗുണത്തെ ആ പക്ഷി വെളുത്ത നിറമുണ്ടെന്ന് കാണിക്കുകയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്, ഭേദകം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം തിരഞ്ഞെടുക്കുക. ആഷാഢം, 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 ആഷാഢം. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്, ആഷാഢം. ആ ഡായുടെ അവിടെ ഒരു കെട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം കണ്ടെത്തുക. മഹാമുനി, മൂവാണ്ട്, ജരാനര,
കാളിദാസ കവി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ദ്വന്ദ്ം സമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാക്കുകൾക്കല്ലേ, പൂർവ്വപദം ഉത്തരപദം, ആ രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ ജരാനര, ജരയും നരയും രണ്ടിനും തുല്യ പ്രാധാന്യം ഉള്ളതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി ആണ്, ജരാനര. അടുത്ത ക്വസ്റ്റ്യൻ, ദീർഘം എന്ന പദത്തിന്റെ വിപരീതം കണ്ടെത്തുക. മന്ദം, ഹ്രസ്വം, സുഗമം, നീചം. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹ്രസ്വം. താഴെ തന്നിരിക്കുന്നവയിൽ പാൽ എന്നർത്ഥം വരുന്ന പദം ഏത്? ജദം, നികരം, രജകം, ദുഗ്ധം. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദുഗ്ധം.